പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഫിഷറീസ് മന്ത്രി വിളിച്ച യോഗത്തിൽ മത്സ്യത്തൊഴിലാളികളെ പങ്കെടുപ്പിച്ചില്ല. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കളക്ടറും മാത്രമാണ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. മുൻ സർക്കാരുകളുടെ കാലത്ത് മത്സ്യത്തൊഴിലാളികളാണ് പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നത്. മഴക്കാലത്ത് സ്ഥിരം അപകട മേഖലയായ മുതലപ്പുഴയിൽ മത്സ്യബന്ധന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ഇന്നലത്തെ യോഗം. ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ, ജില്ലാ കളക്ടർ, ഫിഷറീസ് തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തെല്ലാം മുതലപ്പുഴ വിഷയം ചർച്ച ചെയ്യാൻ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ക്ഷണിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഫിഷറീസ് മന്ത്രി ഇന്നലെ വിളിച്ച യോഗത്തിൽ സംഘടനാ പ്രതിനിധികളിൽ ആർക്കും ക്ഷണമുണ്ടായില്ല. മുതലപ്പുഴ സമരസമിതി അംഗങ്ങളെയും സംരക്ഷണ സമിതി നേതാക്കളെയും പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു യോഗം. ഈ മുതലപ്പുഴയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും അറിയാവുന്ന ആൾക്കാരെയും അതേപോലെ തന്നെ അവിടെ ഒരു മുതലപ്പുഴ അവകാശ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന നിലനിൽക്കുന്നു. സമരസമിതി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഇവരുടെ ഒരു പ്രതിനിധികളെയും ഉൾപ്പെടുത്താതെ തികച്ചും ഏകപക്ഷീയമായിട്ട് നടത്തിയ ഒരു മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റ് ചെയ്തതുപോലെ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മുതലപ്പുഴയുടെ പ്രശ്നങ്ങൾ കൂടുതൽ അറിയാവുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് എപ്പോഴും ആ ഒരു ഈ മീറ്റിംഗിന്റെ വിജയത്തിന് ഉപകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പങ്കെടുപ്പിക്കാത്തതിനെതിരെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഫിഷറീസ് മന്ത്രി മുതലപ്പുഴ സന്ദർശിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. പ്രിയപ്പെട്ട